October 7 കയറി അറ്റാക്ക് ചെയ്തതിൽ. അതില് മാക്സിമം ആൾക്കാരെ അവര് പിടിച്ചിട്ട് അവര് അറസ്റ്റ് ചെയ്യുന്ന കുറെ ഇതുണ്ട്, ഷോർട്സ് ഉണ്ട്. അതൊക്കെ അത് റിമൂവ് ചെയ്തവര് അവരെ അറസ്റ്റ് ചെയ്യുന്നത്. അൻഷാദെ, അവരെ ഹൂറികളുടെ അടുത്ത് അയക്കുന്ന ഒരു സീനൊന്ന് നീ ആലോചിച്ച് നോക്ക്. ഹൂറികളുടെ അടുത്തേക്ക് യുണൈറ്റഡ് നേഷൻസ് പോലും അവിടെ ഒരു പാർഷ്യാലിറ്റി കാണിച്ചെന്നുള്ളത്. അൻഷാദ് എത്തി. അൻഷാദ് വാ. നീയൊന്നും മിണ്ടാതിരിടാ. ഇത് ഇസ്രായേലിന് എന്താ ഇത് അവിടെ എങ്ങനെ ഈ ഇങ്ങനെ ഫ്ലാഗ് കത്തിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലുകാരെന്ത് വരണ്ട ഓടിയോ അവിടെ? അല്ല, നിങ്ങൾക്ക് എന്താ ഇപ്പൊ കത്തി കയറാൻ കാരണം? ഇസ്രായേലിന്റെ ഫ്ലാഗ് അല്ല കത്തിച്ച നിങ്ങളെ യേശു. ഞങ്ങൾക്ക് എന്താ അൻഷാദ്, ഞങ്ങൾക്ക് എന്താ പ്രശ്നം? അൻഷാദ് മുസൽമാനാണോ? അൻഷാദ് മുസൽമാനാണോ ഇപ്പോഴും? എനിക്കിപ്പോ സംശയണ്ട. അതോ മുർത്തതായോ? സംശയണ്ട. എന്നാ പിന്നെ മുഹമ്മദിനെ എന്തിനാ ഫോളോ ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞേ. അല്ല, ഞാൻ ചോദിക്കട്ടെ. അല്ല, മുഹമ്മദിനെ എന്തിനാ ഫോളോ ചെയ്യുന്നത്? സഹോദര, വഴി പിഴപ്പിച്ചവർ ആര് എന്നതാണ് ഇവിടുത്തെ ടോപ്പിക്ക്. അൻഷാദെ കുരുവട്ട അൻഷാദെ, വഴി പിഴപ്പിച്ചവർ ആര്, പിഴച്ചവരാര്, പിഴപ്പിക്കുന്നവനാര് എന്നാണ് ഇവിടുത്തെ ടോപ്പിക്ക്. അൻഷാദിന് അതിനകത്ത് വല്ലതും പറയാൻ അറിയാമോ? ആരാണ് ഈ വഴി പിഴപ്പിക്കുന്നവൻ? വഴി പിഴപ്പിക്കുന്ന എനിക്കറിയാം. അള്ളാഹു അല്ലേ? യഹോവ. അള്ളാഹു അല്ലേ വഴി പിഴപ്പിക്കുന്നവൻ? ചോദിച്ചതിന് ഉത്തരം പറയാ അൻഷാദെ. വഴി പിഴപ്പിക്കുന്നവൻ അള്ളാഹു അല്ലേ? നിങ്ങളെ നരകത്തിലോട്ട് കൊണ്ടുപോകുന്ന അൻഷാദെ, നിങ്ങളെ നരകത്തിലോട്ട് കൊണ്ടുപോകുന്നത് ആരാണെന്ന് പറയാ. തിന്മയെ സൃഷ്ടിക്കുന്നവന് യഹോവയല്ലേ? യഹോവയാം ദൈവം നന്മയും തിന്മയും എല്ലാ മനുഷ്യർക്കു വേണ്ടി വെച്ചിട്ടുണ്ട്. അവിടെ തിന്മ എന്ന വാക്ക് അല്ല കൊടുത്തിരിക്കുന്നത്. അവിടെ റാ എന്ന വാക്ക് പറയുന്നത് കേൾക്ക് അൻഷാദെ, നിനക്ക് അറിയത്തില്ലെങ്കിൽ പറഞ്ഞു തരാം. അവിടെ റാ എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത് ഹീബ്രുവിൽ. നിനക്കറിയോ ഈ റാ എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാണെന്ന് അറിയാമോ അൻഷാദെ? റാ എന്ന വാക്കിന് എന്താണ് അർത്ഥം ഹീബ്രുവിൽ? പറ. അപ്പൊ അൻഷാദിന് അറിയത്തില്ല, പിന്നെ എന്ത് വേഗം ഉണ്ടാക്കാനാ ഈ നന്മയും തിന്മയും എന്ന വാക്കെടുത്തോണ്ട് വന്നത്? അവിടെ റാ എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. റാ എന്ന് പറഞ്ഞാൽ കലാമിറ്റി. ഈ ലോകത്തിൽ കലാമിറ്റിയും അതുപോലെ തന്നെ നന്മയും ദൈവത്തിൽ നിന്ന് തന്നെയാ വരുന്നത്. പക്ഷെ നിന്റെ അള്ളാഹു വഴി പിഴപ്പിക്കുന്നവനാണ് എന്നാണ്. പിശാചിന്റെ പ്രവൃത്തിയാണ്. അൻഷാദെ പറയുന്നേക്ക് പറയാം. പിശാചിന്റെ പ്രവൃത്തിയാണ് അള്ളാഹു കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു ഒരു മനുഷ്യനെ വഴി പിഴപ്പിച്ചു കഴിഞ്ഞാൽ അവരെ നേർമാർഗത്തിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. വഴി പിഴപ്പിക്കുന്നവൻ റാ എന്ന് പറഞ്ഞാൽ കലാമിറ്റിയാണ്. ആയിഷ റാ എന്ന് പറഞ്ഞാൽ ആയിഷ കലാമിറ്റി എന്നാണ്. ആയിഷ കലാമിറ്റി അത് വേണേ പറഞ്ഞു കളയും പുള്ളി വേണമെങ്കിൽ അത് പറഞ്ഞു കളയും. അൻഷാദെ, അപ്പൊ കാര്യം പിടികിട്ടിയേ? അൻഷാദിന് കാര്യം പിടികിട്ടിയേ? എന്ത് കാര്യം പിടികിട്ടാൻ? ഇനി മുഹമ്മദിന് എന്തെങ്കിലും മാതൃക കാണുന്നുണ്ടോ? നസ്രീൻ ബ്രദറെ, ഇവര് പറയുന്നത് യഹോവ അള്ളാഹു ഒന്നാണെന്നല്ലേ? ഞങ്ങൾ ആരാധിക്കുന്നത് നിങ്ങൾ ആരാധിക്കുന്നത് ഒന്നാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ ഖുറാനില്. നിങ്ങൾ ഇസ്രായേലിന്റെ ദൈവത്തെ അല്ലേ ആരാധിക്കുന്നത്? നിങ്ങൾ ഇസ്രായേലിന്റെ ദൈവത്തെ അല്ലേ ആരാധിക്കുന്നത് അൻഷാദെ? അവര് പറഞ്ഞില്ലേ, അള്ളാഹു പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ആരാധിക്കുന്നത് ഞങ്ങൾ ആരാധിക്കുന്നത് ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടില്ലേ? അൻഷാദ് ഇസ്ലാമിൽ നിന്ന് പുറത്തായി. അൻഷാദ്, ഇസ്രായേലിന്റെ ദൈവത്തെ ആണോ നിങ്ങൾ ആരാധിക്കുന്നത്? ഒന്ന് പറഞ്ഞേ. ഇസ്രായേലിന്റെ ദൈവത്തെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? ഇസ്രായേൽ ആരാധിക്കുന്ന ദൈവത്തെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? ഇസ്രായേലിന് മാത്രമായിട്ടൊരു ദൈവം ഉണ്ടോ? ഇസ്രായേലിന് മാത്രമായിട്ട് ദൈവം ഉണ്ടോ എന്നല്ല എന്റെ ചോദ്യം. ഇസ്രായേൽ ആരാധിക്കുന്ന ദൈവത്തെ, യഹൂദൻ ആരാധിക്കുന്ന ദൈവത്തെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? അവിടെ കാബയിലെ കറുത്ത കല്ല്, ആ സൈഡിലിരിക്കുന്ന കറുത്ത കല്ലിനെ ഉമ്മ വെക്കുമ്പോൾ, കറുത്ത കല്ലിനെ നക്കാൻ പോകുമ്പം ഇസ്രായേലിന്റെ ദൈവത്തെ തന്നെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? അബു താഹിർ അപ്പിയിടാൻ വേണ്ടി യൂസ് ചെയ്ത ആ കാബയിലെ കറുത്ത കല്ലുണ്ടല്ലോ, അവിടെ ചെന്നിട്ട് നിങ്ങൾ ഇങ്ങനെ നക്കത്തില്ലയോ? ഇങ്ങനെ നക്കുമ്പോൾ നിങ്ങൾ ഇസ്രായേലിന്റെ ദൈവത്തെ തന്നെയാണോ ആരാധിക്കുന്നേ? അൻഷാദ്, ആദ്യം ചോദിച്ചൊരു ഉത്തരം പറ അൻഷാദ്. ഞാൻ എന്തിനാ ടിക്കറ്റ് ആകുന്നേ? ഞാൻ ചോദിച്ചത് ഇത്രയുമേ ഉള്ളൂ. ഇസ്രായേൽ ആരാധിക്കുന്ന ദൈവത്തെ തന്നെയാണോ കാബയിൽ ചെല്ലുമ്പോൾ ആ അബു താഹിർ അപ്പിയിടാൻ വേണ്ടി യൂസ് ചെയ്ത ആ കറുത്ത കല്ലിനെ നിങ്ങൾ നക്കുമ്പോൾ ആരാധിക്കുന്നത്?
അങ്ങനെ ഒരു ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നില്ലല്ലോ നസ്രീനെ. നിങ്ങൾ അള്ളാഹുവിനെ അല്ലയോ ആരാധിക്കുന്നേ? നിന്ന അള്ളാഹുവിനെയാണോ ആരാധിക്കുന്നേ? നിന്നോട് ആരാ പറഞ്ഞേ? നിങ്ങൾ അള്ളാഹുവിനെയാണോ ആരാധിക്കുന്നത്? മുഹമ്മദ് ചൂണ്ടിക്കാണിച്ച കാബയിലെ കറുത്ത കല്ലിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അള്ളാഹു വലിയവൻ എന്ന് പറഞ്ഞ ആ സെയിം അള്ളാഹുവിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നേ? അല്ല, കല്ലിനെ ചൂണ്ടിക്കാണിച്ച അള്ളാഹു വലിയെന്ന് പറഞ്ഞാല് നീ ആ കല്ലിനെ ചൂണ്ടിക്കാണിച്ചിട്ടല്ലേ മുഹമ്മദ് പറഞ്ഞത്? പറഞ്ഞത്? കല്ലിനെ ചൂണ്ടിക്കാണിച്ചിട്ട് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു അക്ബർന്ന്? നസ്രീനെ, നമ്മൾ ടോപ്പിക് കല്ലിനെ ചൂണ്ടിക്കാണിച്ചിട്ട് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു അക്ബർ? പറ 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 ഇപ്പൊ പറയണം. കല്ലിനെ ചൂണ്ടിക്കാണിച്ചിട്ട് മുഹമ്മദ് അള്ളാഹു അക്ബർ എന്ന് വിളിച്ചിട്ടുണ്ടോ? അള്ളാഹ് ഈസ് ഗ്രേറ്റ് എന്നല്ല അതിന്റെ അർത്ഥം. അല്ലാ ഈസ് ഗ്രേറ്റർ. ഗ്രേറ്റർ ഗ്രേറ്റ് അല്ല, ഗ്രേറ്റ് അല്ല, ഗ്രേറ്റർ. വിടുന്നില്ല വിടുന്നില്ല. ഇന്ന ഹുവ അല്ലാഹു, തീർച്ചയായും ഇതാണ് അല്ലാഹു എന്ന് അതിനെ നോക്കിയിട്ട് പറഞ്ഞത്. ഇന്ന ഹുവ അല്ലാഹു. അങ്ങനെ പറ പറ അൻഷാദെ, അൻഷാദെ അതൊന്നും എടുത്ത കല്ലിനെ ചൂണ്ടിക്കാണിച്ചോ? മുഹമ്മദ് കല്ലിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അള്ളാഹു അക്ബർ എന്ന് വിളിച്ചോ? ഇതാണ് അൻഷാദ് 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 ഫോക്കസ് ഫോക്കസ് ഫോക്കസ്. അൻഷാദെ കല്ലിനെ ചൂണ്ടിക്കാണിച്ചിട്ട് മുഹമ്മദ് പറഞ്ഞോ? ലീ സിസ്റ്റർ പറഞ്ഞപ്പോ ഒരു കാര്യം, അൻഷാദെ കല്ലിനെ ചൂണ്ടിക്കാണിച്ചിട്ട് മുഹമ്മദ് അള്ളാഹു അക്ബർ എന്ന് വിളിച്ചോ? യെസ് ഓർ നോ? അതിപ്പോ നമ്മൾ യുദ്ധത്തിൽ പോകുമ്പോ നമ്മൾ വാള് ഉയർത്തി കല്ലിനെ ചൂണ്ടിക്കാണിച്ചിട്ട് മുഹമ്മദ് അള്ളാഹു അക്ബർ എന്ന് വിളിച്ചോ? വാളാകോ? അൻഷാദെ കല്ലിനെ ചൂണ്ടിക്കാണിച്ചിട്ട് മുഹമ്മദ് അള്ളാഹു അക്ബർ എന്ന് വിളിച്ചോ? ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞതന്നെ. ഫോർ എക്സാമ്പിൾ ഹിന്ദുക്കൾ ശിവലിംഗത്തെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് ശിവൻ ദൈവമാണ്, ശിവനെ ആരാധിക്കണം, അതിന്റെ മുൻപിലോട്ട് അവര് കമഴ്ന്നു വീണിട്ട് അതിന്റെ മേളിലോട്ട് പാലിടുമ്പോൾ അവര് ഈ ശിവലിംഗത്തെ അവരാരാധിക്കുമ്പോൾ അവൻ ശിവനെ ആരാധിക്കുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുപോലെ മുഹമ്മദ് ഈ കല്ലിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അള്ളാഹു അക്ബർ എന്ന് വിളിച്ചപ്പോൾ നിങ്ങളുടെ ദൈവം എവിടെ ഇരിക്കുന്നേ? അൻഷാദെ? ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അൻഷാദെ ഈ കറുത്ത കല്ലിനെ മുഹമ്മദ് ചൂണ്ടിക്കാണിച്ചിട്ട് അള്ളാഹു അക്ബർ എന്ന് വിളിച്ചോ? ഉദാഹരണമല്ല, ആദ്യം ചോദിച്ചതിന് ഉത്തരം പറ. ഉണ്ടോ ഇല്ലയോ എന്ന് പറ, എന്നിട്ട് നമുക്ക് ഉദാഹരണത്തിലേക്ക് പോകാം. വാള് ഉയർത്തി പിടിച്ചിട്ട് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോ ആ വാള് ആ ദൈവം ഉയർത്തിപ്പിടിക്കുവല്ല, ചൂണ്ടിക്കാണിച്ചു. കല്ലിനെ ചൂണ്ടിക്കാണിക്കുക പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ അത് അള്ളാഹു ആണ് അതിനെ നിങ്ങൾ വാഴ്ത്തുന്നല്ല പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? തെളിവ് തരാം സഹോദര, തെളിവ് തരാം. തെളിവ് നിങ്ങൾ ഇട്ട ഹദീസൊക്കെ എന്റെ ഉണ്ട്. തെളിവ് തരാൻ പോവാ. ഓടൽ ഇനി അങ്ങോട്ട് പോയിട്ട് അയ്യോ അതങ്ങനെ അല്ലായിരുന്നു അതിങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓടാൻ നിക്കല്ലേ കേട്ടോ. അൻഷാദ് ഇപ്പൊ തെളിവ് തരും ശരിക്കും. അൻഷാദെ ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മാത്രം മതി. മുഹമ്മദ് ആ കല്ലിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അള്ളാഹു അക്ബർ എന്ന് വിളിച്ചോ? യെസ് ഓർ നോ? നമുക്ക് വഴി പേപ്പിക്കുന്നതിലേക്ക് പോകാം. വായി പേപ്പിക്കുന്നതൊക്കെ ഞമ്മക്ക് എടുക്കാം. ആദ്യം ഇത് പറയൂ. സഹി അൽ ബുഖാരി 1632. തെളിവിടുന്നുണ്ട് മേളിൽ. ഇവൻ എങ്ങോട്ടാ പോകുന്നത്? നീ പറയുന്ന ഓരോ വാക്കിലും ഞാൻ പിടിക്കും. നീ പറയുന്ന ഓരോ വിവരക്കേടിലും നീ അതങ്ങനെ അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് പിടിക്കും. സഹി അൽ ബുഖാരി 1632. ഇത് വായിച്ചിട്ടൊന്ന് പറഞ്ഞേ, മുഹമ്മദ് ആ കല്ലിനെ ചൂണ്ടി അല്ല അള്ളാഹു അക്ബർ എന്ന് വിളിച്ചെന്ന് പറയാൻഷാദെ. അൻഷാദെ നമസ്കാരത്തിന്റെ വിഷയമല്ല, ഒരു വിഗ്രഹത്തെ നോക്കിയിട്ട് അതിനെ ചൂണ്ടിക്കാണിച്ച് അൻഷാദ് ഒരു വിഗ്രഹത്തെ നോക്കിയിട്ട് ഈ വിഗ്രഹത്തെ ചൂണ്ടിക്കാണിച്ച് ആ ദേവന്റെ പേര് വിളിക്കുമ്പോൾ എന്തോ ആ വ്യക്തി ഉദ്ദേശിക്കുന്നത്? ഇപ്പം ഒരു ശിവന്റെ മൂർത്തി ഇരിക്കുക, അല്ലെങ്കിൽ വിഷ്ണുവിന്റെ മൂർത്തി ഇരിക്കുക. ഈ മൂർത്തിയെ ചൂണ്ടിക്കാണിച്ചിട്ട് വിഷ്ണു വലിയവൻ അല്ലെങ്കിൽ കൃഷ്ണനാണ് വലിയവൻ എന്ന് ഹിന്ദുക്കൾ പറയുമ്പോൾ അവരെന്തുവാ വിശ്വസിക്കുന്നേ? അതുപോലെ തന്നെ നിങ്ങൾ മുസ്ലിങ്ങൾ മുഹമ്മദ് കാണിച്ച മാതൃക പിന്തുടരുമ്പോൾ അവരെന്തുവാ വിശ്വസിക്കുന്നത്? എന്തുവാ ഇത് തന്നെ. നറേറ്റഡ് ഇബ്ൻ അബ്ബാസ് ആണ് നിവേദനം. അള്ളാഹ്സ് മെസ്സഞ്ചർ പെർഫോംഡ് തവാഫ്. മുഹമ്മദ് പണ്ടുണ്ടായിരുന്ന വിഗ്രഹാരാധികളായിട്ടുള്ള ഖുറേശികൾ ചെയ്ത സെയിം പ്രവൃത്തി മുഹമ്മദ് ചെയ്തു. എന്താണ്? മുഹമ്മദ് പെർഫോംഡ് തവാഫ്. ഇന്നും നിങ്ങൾ അത് തന്നെ ചെയ്യുന്നു. റൈഡിങ് എ കാമൽ. ഒരു ഒട്ടകത്തിന്റെ പുറത്താണ് പുള്ളി തവാഫ് ചെയ്തത്. വെനെവർ ഹി കെയിം ടു ദ കോർണർ ഹാവിംഗ് ദ ബ്ലാക്ക് സ്റ്റോൺ
അതിന്റെ മൂലയിലേക്ക്, യമനി കോർണറിലേക്ക്, ആ കറുത്ത കല്ല് ഇരിക്കുന്ന ആ കോർണറിലേക്ക് വരുമ്പോൾ ഹി വുഡ് പോയിന്റ് ഔട്ട് ടുവേർഡ്സ് ഇറ്റ് വിത്ത് എ തിങ് ഇൻ ഹിസ് ഹാൻഡ്. തിങ്ങിനെ അല്ല വലിയതെന്ന് പറയുന്നത്, മേളിലോട്ട് നോക്കിയിട്ടല്ല വലിയതെന്ന് പറയുന്നത്, കയ്യിലിരിക്കുന്ന സാധനം വെച്ച്, അത് ഒരു വടിയാകാം, ഒരു എന്തെങ്കിലും സാധനം വെച്ച് കല്ലിനെ ചൂണ്ടിയിട്ടാ മുഹമ്മദ് പറഞ്ഞത്. ഈത്തപ്പനയുടെ മടല്, ഞാൻ ഈത്തപ്പനയുടെ ചോദിക്കുന്നത് മടലാണ്. പിടിച്ച അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ വാള് ദൈവമാവോന്ന് ചോദിക്കുന്നത്. വാള് പിടിച്ചോണ്ടാണോ അവിടെ ചൂണ്ടിയത്? വാളാണോ ചൂണ്ടിയത്? വാള് നമ്മൾ പൊക്കി പിടിച്ചിട്ട് നമ്മൾ കയ്യിലിരിക്കുന്ന പറയാം അങ്ങനല്ലല്ലോ അള്ളാഹു അക്ബർ അൻഷാദെ. പറഞ്ഞ വാള് തെളിയിക്കൂ ദൈവമാവോ? തെളിയിക്കൂ തെളിയിക്കൂ. ആണ് വാൾ ഇങ്ങനെ മേളിലോട്ട് ചോദിക്കുന്നത്. പൊക്കി അള്ളാഹ് പിടിച്ചിട്ട് ദൈവം മേളിലോട്ട് നോക്കിയിട്ട് അള്ളാഹു അക്ബർ എന്ന് വിളിച്ചത് എന്ന് തെളിയിക്കൂ. ആ കല്ല് ദൈവമാണ് എന്നുള്ളതാണ് റസൂൽ അവിടെ പറഞ്ഞത്. അൻഷാദെ, ഈ കറുത്ത കല്ലിന് എന്തൊക്കെ പ്രത്യേകതയുണ്ട് നിങ്ങളുടെ മതവിശ്വാസം അനുസരിച്ച്? അള്ളാഹുവിനുള്ള ക്വാളിറ്റീസ് ഈ കല്ലിനുണ്ടോ? ഒരു ക്വാളിറ്റി ഇല്ല. നസ്രീനെ ഞാൻ പറഞ്ഞത് ഒരു ക്വാളിറ്റി. അവിടെ നിൽക്കുക അൻഷാദെ, അൻഷാദെ ഒരു ക്വാളിറ്റിയും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ മുഹമ്മദ് കള്ളനായി. നസ്രീന്റെ ക്വാളിറ്റി പോട്ടെ, അതിരിക്കുന്ന സാധനം എവിടെയാ കൊണ്ട് വെച്ചിരിക്കുന്നത്? എക്സാക്ട്ലി. അല്ല ലീസിസ്റ്ററെ, മുഹമ്മദിനെ കള്ളനാക്കി അൻഷാദിപ്പ കള്ളനാക്കി. ക്വാളിറ്റി പറയാം. അടങ്ങിയിരി, അവിടെ അടങ്ങിയിരി. ജാമിയ തിർമിദി വരുക. അൻഷാദെ, നിങ്ങളുടെ അള്ളാഹുവിന്റെ ക്വാളിറ്റിയാണ് വരുന്നത്. കേട്ടോ. ജാമിയ തിർമിദി 959. ഇനി ആരുടെയെങ്കിലും മുൻപിൽ ചെന്നിട്ട് ഇത് പറയരുത് കേട്ടോ. ഈ കല്ലിന് ഒരു ക്വാളിറ്റിയും ഇല്ല, ഇത് വെറും ഒരു കല്ലാണെന്നൊന്നും നിങ്ങൾ പറഞ്ഞു കയറരുത്. അത് ഉമറാണ് പറഞ്ഞത്. ഉമറിന്റെ വിവരക്കേടൊന്നും കേട്ടിട്ട് നിങ്ങൾ പറഞ്ഞു കളയല്ലേ. മുഹമ്മദ് പഠിപ്പിച്ചത് എന്താണോ അതാണ് നിങ്ങൾക്ക് സുന്നത്ത്. മുഹമ്മദ് പഠിപ്പിച്ചതാണ് നിങ്ങൾക്ക് സുന്നത്ത്. ഇത് കേൾക്ക്, ജാമ്യത്തിൽ വിവരം എനിക്കുള്ളത് അല്ലേ? അപ്പൊ മുഹമ്മദിന് വിവരമില്ലായിരുന്നു ഇത് പറയുമ്പോൾ. ഇത് കേട്ടോ, ജാമിയ തിർമിദി 959. ഇത് കേക്ക്. ഇബ്ൻ ഉബൈദ് ബിൻ ഉമൈർ narrated from his father. Ibn Umar was clinging to the two corners in a manner that I have not seen any of the companions of the Prophet doing. ഇങ്ങനെ ഇബ്ൻ ഉമർ ഇങ്ങനെ കെട്ടിപ്പിടിക്കുക ഇതിനെ, മനസ്സിലായോ? സോ ഐ സെഡ്, ഓ അബു അബ്ദുറഹ്മാൻ, ഇല്ലയോ അബു അബ്ദുറഹ്മാനെ, യു ആർ ക്ലിങ്ങിങ് ഓൺ ടു ദ ടു കോർണേഴ്സ് ഇൻ ദ മാനർ ദാറ്റ് ഐ ഹാവ് നോട്ട് സീൻ എനി ഓഫ് ദ കമ്പാനിയൻസ് ഓഫ് ദ പ്രോഫറ്റ് ക്ലിങ്ങിങ്. നീ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് പോലെ വേറെ ഒരു സഹാബിയും കെട്ടിപ്പിടിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. സോ ഹി സെഡ്, ഐ ഡു ഇറ്റ് ബിക്കോസ് ഐ ഹേർഡ് ദ മെസ്സഞ്ചർ ഓഫ് അല്ലാഹ് സേ. മുഹമ്മദ് പറഞ്ഞതായി ഞാൻ കേട്ടു. എന്താ? അള്ളാഹു ഈ കല്ലിന്റെ ക്വാളിറ്റി മുഹമ്മദ് ഇപ്പൊ പറയും, നോക്കിക്കോ. I heard the messenger of Allah saying, മേളിൽ റെഫറൻസ് ഇട്ടിട്ടുണ്ട്, റെഫറൻസ് ഇല്ലാതെ അല്ല ഞങ്ങൾ പറയുന്നത്. Touching them atone for sin. മനസ്സിലായോ? അള്ളാഹുവിന്റെ ക്വാളിറ്റി, അള്ളാഹു ആണ് പാപം പൊറുക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, ഇവിടെ ഈ കാവയിൽ ഇരിക്കുന്ന കറുത്ത കല്ലിനെ തൊട്ട് കഴിഞ്ഞാൽ പാപം പൊറുത്ത് കിട്ടും. അള്ളാഹു പാപം പൊറുക്കുന്നൊന്നും അവിടെ പറയുന്നില്ല. ഇവിടെ പറയുന്നത് എന്താ? ടച്ചിങ് ദം അട്ടോൺ ഫോർ സിൻ. ആൻഡ് ഐ ഹേർഡ് ഹിം സെയിങ്, whoever performs tawaf around this house 7 times and he keeps track of it, then it is as if he has freed a slave. അപ്പൊ അള്ളാഹുവിന്റെ ഒരു ക്വാളിറ്റി കിട്ടിയേ, ഏതാ? ഈ കല്ലിനെ തൊട്ട് കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ പാപം പുറത്ത് കിട്ടും. അൻഷാദ് പറയുന്നു അത് വെറും ഒരു കല്ലാണെന്ന്. ഇതെങ്ങനെ സംഭവിച്ച അൻഷാദെ? എന്ത് പൊന്നു നസ്രീനെ, ഈ ഹദീസുകളൊക്കെ സ്വീകാര്യപ്പെടണ്ടേ? അൻഷാദ് തള്ളിയോ? ഹദീസിനെ തള്ളിയോ? പറയാ തള്ളി. അൻഷാദ് ഹദീസിനെ തള്ളി. ചെക്ക് ചെയ്തിട്ട് പറയാം. അല്ല, നമുക്ക് ചെക്ക് ചെയ്തിട്ട് പറ. ദുരാത്മാവിനെ പുറത്താക്കുന്ന ഒരു സംഭവം ഉണ്ട്. അല്ല, ദുരാത്മാവിനെ പറഞ്ഞേക്കുന്ന അൻഷാദെ ഇത് കേക്ക്, ഫോക്കസ് ഇവിടെ. ഗ്രേഡ് ഹസൻ ദാറുസലാം ഹസനായിട്ടുള്ള ഹദീസാണ്. ഇനി അടുത്തത് ഇത് കേക്ക്. നീ ഹസൻ എടുത്ത ഹദീസ വന്നുകൊണ്ടെന്ന് ഇത് കേക്ക് അൻഷാദെ. എന്താ നിങ്ങൾ ഹസൻ എടുക്കത്തില്ലയോ? ഹസൻ എടുക്കത്തില്ല, സനത് കറക്റ്റ് ആയിട്ടുള്ള ഹസൻ എടുക്കത്തില്ല. ഹസൻ എന്തോ അതെന്ന് അറിയാമോ അൻഷാദിന്?
അൻഷാദ് കൊടിയാങ്കൽ ഹസൻ എന്തുവാണെന്ന് അറിയാമോ? അടുത്തത് കേട്ടോ, സുനൻ അൻ നസായി 29:19 2919. അവിടെ ഇത് തന്നെ പറയുന്നത്. ഇറ്റ് വാസ് നറേറ്റഡ് ഫ്രം അബ്ദുള്ള ബിൻ ഉബൈദ് ബിൻ ഉമൈർ ദാറ്റ് എ മാൻ സെഡ്, ഓ അബു റഹ്മാൻ, വൈ ഡു ഐ ഓൺലി സീ യു ടച്ചിങ് ദീസ് ടു കോർണേഴ്സ്? അല്ലയോ അബ്ദുൾ റഹ്മാനെ, നീ ഇത് ഈ 2 കോർണറിൽ മാത്രം തൊടുന്നതിന്റെ കാരണം എന്താ? He said, I heard the messenger of Allah say, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ടച്ചിങ് ദം ഇറേസ് സിൻ. ഇത് തന്നെ അല്ലയോ ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത്? ആ ശിവലിംഗത്തെ പോയി അവർ തൊടുമ്പോൾ അവരുടെ പാപം മോചിച്ചു കിട്ടും, അവരുടെ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും എന്ന് അവർ വിശ്വസിക്കുന്ന പോലെ നിങ്ങളും കല്ലിനെ ആരാധിച്ച് കല്ലിനെ തൊട്ടുമ്പോൾ എന്താ പറ്റുന്നേ? അവരുടെ പാപം മോചിച്ചു കിട്ടും. വരാൻ പറയും ചങ്ങായിനോട്. അൻഷാദെ കാര്യം പിടി കിട്ടിയോ? കാട് കയറി വേറെ ഒരു മിനിറ്റ് അൻഷാദെ, ഇവന് ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോ ഇവൻ പറഞ്ഞു നമുക്ക് വഴി കേൾപ്പിക്കുന്നതിന് ആരാന്ന് അതിലേക്ക് പോകാന്ന് പറഞ്ഞു. അൻഷാദ് ഇവിടെ കല്ലിനെ പറ്റി പറഞ്ഞപ്പോഴേ ഞാൻ ഇവിടെ കല്ലിൽ കയറിയത്. അൻഷാദ് എവിടെ പിടിക്കുമോ ഞാൻ അവിടെ കയറും. അൻഷാദെ, ഞാൻ കല്ലിനെ പറ്റി കല്ലിനെ ആരാധിക്കുന്ന വഴി നീ ഇതിന്റെ റീപ്ലൈ എടുത്തു കേട്ടോക്കിയേ. ഞാൻ കല്ലിനെ അൻഷാദ് പറഞ്ഞില്ലായിരുന്നോ? നസ്രീൻ ബ്രദറെ, ഒരു മിനിറ്റ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ നേർവഴിയിലാക്കുകയും അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ വഴിപിഴപ്പിക്കുകയും ചെയ്യുന്നതാണ്. ആമീൻ. കേട്ടിട്ടുണ്ടോ? അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ നേർവഴിയിലാക്കുകയും അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ വഴി പിഴപ്പിക്കുകയും ചെയ്യുന്നതാണ്. സിസ്റ്റർ, വേറെ ഒരു ആയത്തിനകത്ത് പറയുന്നില്ലേ, അള്ളാഹു വഴി പിഴപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരെ നീ നേർവഴിയിൽ വരുത്തുവാൻ ശ്രമിക്കുകയാണോ എന്ന്? ആമീൻ. പറ. ഒരു മനുഷ്യനെ അവൻ തെറ്റിൽ നിന്നും നേർവഴിയിലേക്ക് വരുത്തുവാനുള്ള കടമ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ്. ഇവിടെ നിങ്ങളുടെ അള്ളാഹു എന്ന ദൈവം പറയുകയാണ്, ഒരു മനുഷ്യനെ ഞാൻ വഴി പിഴപ്പിക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവനെ നീ നേർമാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണോ എന്ന്. മനസ്സിലായ അൻഷാദ്? വഴി പിഴപ്പിക്കുന്നവരാണ് എന്നൊക്കെ നമ്മൾ പറയാം. അടുത്തത്, അൻഷാദ് ഇവിടെ പറഞ്ഞു ഇത് വേറൊരു ഒരു കല്ലാണെന്ന്. ഞാൻ പറഞ്ഞു ഇത് അള്ളാഹുവിന്റെ പാപമോചനത്തിന്റെ ശക്തി തന്നെ ഈ കല്ലിനുണ്ട് എന്ന് ഞാൻ തെളിയിച്ചു. അടുത്തത്, ഇനി സൂക്ഷിച്ചു കേട്ടോ അൻഷാദെ, ഈ കല്ലിന്റെ അടുത്ത പ്രവൃത്തി. സുനൻ ഇബ്ൻ മാജ 2957 2957. വേറെ ആരുടെയും മുൻപിൽ പോയി ഇത് പറയരുത് ഇനിയും കേട്ടോ. When he reached the black corner, he said, O Abu Muhammad, what have you heard about this black stone? അല്ലയോ അബു മുഹമ്മദ്, നീ ഈ കറുത്ത കല്ലിനെ പറ്റി എന്താണ് കേട്ടിട്ടുള്ളത്? Atta said, Abu Huraira told me that he heard the messenger of Allah saying, അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞായിട്ട് ഞാൻ കേട്ടു, whoever faces it is facing the hand of the most merciful. ഇതിനെ നേരിടുന്നവർ, ഇതിനെ നേരെ നോക്കുന്നവൻ അവൻ അള്ളാഹുവിന്റെ കയ്യെ നോക്കുന്നത് പോലെയാണെന്ന്. അള്ളാഹുവിന്റെ കയ്യാണിത്. അതിനെ ചുംബിക്കുമ്പോൾ അവൻ അള്ളാഹുവിന്റെ കയ്യെ ചുംബിക്കുന്നതാണെന്നാണ് ഇവിടെ നിങ്ങളുടെ ഹദീസിൽ പറയുന്ന അൻഷാദെ. ആണോ? ശരിയാണോ? വെറും ഒരു കല്ലല്ല ഇത്. ഇതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വിഗ്രഹാരാധികളാണെന്ന്. നസ്രീൻ ബ്രോ, ഈ അൻഷാദിന്റെ അടുത്ത് ചോദിച്ചു ഈ കല്ല് പാപം മോചിക്കോ ഇല്ലേ എന്നുള്ളത്. അൻഷാദ് പിന്നെ എന്തിനാണ് ഈ ഹജ്ജിനൊക്കെ പോയി അതിൽ തുടരുന്നതെന്ന് ചോദിച്ചു. അൻഷാദെ എത്ര ക്വാളിറ്റി ആയി? അത് ജൂതന്റെ വെബ്സൈറ്റ് ആണ്, ജൂതന്റെ ഹദീസാണെന്ന് പറയാം അൻഷാദ്. എത്ര ക്വാളിറ്റി ആയി ഇപ്പം? ഒന്ന്, അള്ളാഹുവിന് പാപം മോചിക്കാൻ കിട്ടും. ഈ കല്ല് കാബയിലിരിക്കുന്ന ആ കറുത്ത കല്ലിന് ഇവരുടെ പാപം മോചിക്കാം എന്ന് മുഹമ്മദ് പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ കൈയുണ്ട്, അള്ളാഹുവിന് 2 റൈറ്റ് ഹാൻഡ്സ് ഉണ്ട് എന്നാണ് മുഹമ്മദ് പഠിപ്പിച്ചത്. ഈ കാബയിലെ കറുത്ത കല്ലിനെ നേരെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കയ്യെ നോക്കുന്നത് പോലെയാണ് എന്നാണ് മുഹമ്മദ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ജാക്കിർ നായക് ഒക്കെ ഈ കാബയിലെ ഹജറുൽ അസ്വദിലേക്ക് വരുമ്പോഴത്തേക്കിനും അതിന്റെ അകത്തോട്ട് തലയിട്ടിട്ട് ഇങ്ങനെ ഉമ്മ വെക്കുകയും നക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടോ? എന്തിനാ? കാരണം ഈ ഹദീസ് വെച്ചോണ്ടാ. അള്ളാഹുവിന്റെ കയ്യെ നക്കുകയാണെന്നാണ് അവരുടെ വിശ്വാസം. പറ സഹോദര, ഉത്തരം പറയൂ. വെറും ഒരു കല്ലാന്നെന്ന്. വേറെ ഏത് മുസ്ലിം സുഹൃത്തിനും കയറി വരാൻ കേട്ടോ. നിങ്ങൾക്ക് ഞങ്ങളെ അൻഷാദിനെ മാത്രം എടുക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഏത് വ്യക്തിക്കും സിനിമയിൽ കയറി വരാം, സിനിമയിൽ എടുക്കുന്നതായിരിക്കും.
കടന്നു നമുക്ക് വരൂ. കേൾപ്പിക്കുന്നവൻ ആരാന്നുള്ള ടോപ്പിക്കിലേക്ക് വരാം. അൻഷാദെ, ഇതിനെപ്പറ്റി തീരുമാനമായോ? അല്ല, അതല്ല നീ സംസാരിച്ചും കൂടെ നിന്ന്. അൻഷാദിന് ഇതിനെപ്പറ്റി തീരുമാനമായോ? കല്ലിനെ പറ്റി ഞാൻ അൻഷാദിന് മനസ്സിലായോ? ഞാൻ നിന്നോട് പറഞ്ഞു എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളെ വിഗ്രഹാരാധികൾ എന്ന് വിളിക്കുന്നതിന്റെ കാര്യം പിടികിട്ടിയോ? വിഷയം എനിക്ക് മനസ്സിലായിട്ടില്ല, അതൊന്നുകൂടി പറഞ്ഞു തരൂ. അത് പറഞ്ഞു തരാം. മുസ്ലിങ്ങൾ വിഗ്രഹാരാധികളാണ് എന്ന് ഞങ്ങൾ പറയുന്നതിന്റെ റീസൺ മനസ്സിലായോ? ആദ്യം ടോപ്പിക്കിലേക്ക് ഡു യു അണ്ടർസ്റ്റാൻഡ്? ടോപ്പിക്കിലേക്ക് അൻഷാദെ, അവിടേക്ക് വരാം. അൻഷാദെ, ഞങ്ങൾ എവിടെയും പോകുന്നില്ല. അൻഷാദിന് ഈ കാര്യം പിടികിട്ടിയോ? അൻഷാദിന് ഈ കാര്യം പിടികിട്ടിയോ? പറയുന്ന അത് സംസാരിക്കേണ്ട, ഇത് സംസാരിക്കാം. അൻഷാദിന് ഈ കാര്യം പിടികിട്ടിയോ? അൻഷാദെ, ഈ കാര്യം പിടികിട്ടിയോ? എന്തുകൊണ്ടാണ് ഞങ്ങൾ മുസ്ലിങ്ങളെ വിഗ്രഹാരാധികൾ എന്ന് വിളിക്കുന്നത്? മുഹമ്മദ് നിർബന്ധിതമായിട്ടും വിഗ്രഹാരാധന നിങ്ങളെ പഠിപ്പിച്ചു. കുറഞ്ഞ വശം ഒരു മനുഷ്യന് ഒരു പ്രാവശ്യമെങ്കിലും ഹജ്ജിന് പോയി ഈ വിഗ്രഹാരാധന ചെയ്തിരിക്കണം. അവന് ആ കല്ലിനെ തൊടാൻ പറ്റിയില്ലെങ്കിൽ ദൂരേന്ന് തന്നെ ഈ കല്ലിനെ നോക്കി. ടോപ്പിക്കിലേക്ക് വരാം. നിങ്ങളെ വെറും വിശ്വാസം. ഇതാണ് ടോപ്പിക്, കല്ലിനെ പറ്റി. അപ്പൊ ഈ കല്ലിന് എന്തൊക്കെ സംഭവിക്കും? കല്ലിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും അൻഷാദെ? പാപം മോചിക്കാം. ന്യൂക്ലിയറെ കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ എനിക്ക്. എന്ത് കണ്ടില്ലെന്ന് അതാണ് ഞാൻ പറയുന്നത്. ആദ്യം ടോപ്പിക്കിലേക്ക് വരാൻ പറഞ്ഞു. അൻഷാദ് ഭായി ഉത്തരം പറ. അൻഷാദ് ഭായി ഉത്തരം പറയൂ. ഇരിക്കണ സമയം കണ്ടല്ലോ നിനക്ക് ഉത്തരം പറയാൻ. ടോപ്പിക്കിൽ അവൻ സംസാരിക്കില്ല, എനിക്ക് നന്നായിട്ട്. അൻഷാദ് ഭായി ഉത്തരം പറയൂ. ഞാൻ ഒരു വചനം കൂടി നിനക്ക് തരാം, അത് നീ അൻഷാദ് ഭായി ബൈബിള് വചനത്തിലേക്ക് പോകാം. അൻഷാദെ ബൈബിള് വചനത്തിലേക്ക് പോവാ. ആദ്യം ഇത് പറ, കല്ലിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും? അടുത്ത ഭാഗം, അടുത്ത വചനം ഞാൻ തരാം. അള്ളാഹു ഈ കറുത്ത കല്ലിന് എന്തൊക്കെ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്, അത് പറയാം. 18:10 നമുക്ക് അതൊന്ന് വായിക്കാം. എത്ര നാളാണ് ഈ എടുത്തോട്ട് നടക്കുന്നത്? എത്ര നാളായി അൻഷാദെ ഈ 1 ശാമുവേൽ എടുത്തോണ്ട് വരാൻ തുടങ്ങിയത്? അല്ല, ഈ മനുഷ്യന് അൻഷാദെ ഈ അള്ളാഹു ഈ സത്യനിഷേധികളുടെ പുറകിലേക്ക് പിശാചുക്കളെ പറഞ്ഞു വിടുന്നുണ്ടല്ലോ അൻഷാദെ. അതെന്താ അൻഷാദെ? ഖുറാന്റെ ആയത്ത് വെച്ചിട്ട് സത്യനിഷേധികളുടെ പുറകിലേക്ക് നാം പിശാചുക്കളെ അയക്കുന്നു എന്ന് അള്ളാഹു പറയുന്നുണ്ടല്ലോ. അതെന്താ അൻഷാദെ? ഞാൻ ആദ്യം വെച്ച വാദത്തിന് ആദ്യം ആൻസർ പറ. അൻഷാദ് ഫോക്കസ്. അൻഷാദ് ഇപ്പം അള്ളാഹുവിനെ കുനിച്ചു നിർത്തി അടിച്ചോണ്ടിരിക്കുക. ഇതൊക്കെ അത് ഞാൻ പറഞ്ഞല്ലോ അവിടെ വാക്ക് കൊടുത്തിരിക്കുന്ന റാ എന്ന വാക്കാണ്. ഹീബ്രുവിൽ റാ എന്ന വാക്കിന് കലാമിറ്റി എന്ന ആ ആശയമാണ് അവിടെ വരുന്നത്. ഫോർ എക്സാമ്പിൾ, ദൈവം. അൻഷാദെ അൻഷാദിന് വിവരമില്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് വിവരമില്ല എന്ന് അൻഷാദ് മനസ്സിലാക്കരുത്. ക്രിസ്ത്യാനികൾ ബൈബിൾ വായിക്കുന്നവരാണ്. ദൈവത്തിൽ നിന്ന് ഒരനീതിയും ഉണ്ടാകുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നു. ദൈവം അനീതി ചെയ്യുന്നവനല്ല. അതുകൊണ്ട് അൻഷാദെ ചാടല്ലേ. ഇവിടെ നിക്ക് അൻഷാദെ. അത് ബൈബിൾ വായിക്കുന്നവൻ അറിയാം. ദൈവത്തോട് അനുമതി ചോദിച്ചിട്ടാണ് യോബിനെ പരീക്ഷിക്കുവാൻ പിശാച് കടന്നു വന്നത്. ദൈവത്തോട് അനുമതി ചോദിക്കാതെ ഒരു വ്യക്തിക്കും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല, പിശാചിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ബൈബിൾ പറയുമ്പോൾ ക്രിസ്ത്യാനികൾ ആ ബൈബിൾ വായിച്ചുകൊണ്ടാണ് അതിനെ മനസ്സിലാക്കുന്നത്. അൻഷാദിനെ പോലെയല്ല. പക്ഷെ ഇവിടെ അള്ളാഹു പറയുന്നത് എന്താണ്? അവൻ സത്യനിഷേധികളുടെ പുറകിലേക്ക് പിശാചുക്കളെ അയക്കുന്നു എന്നാ പറയുന്നേ. അവരെ വഴിവഴിപ്പിക്കാൻ വേണ്ടി സത്യനിഷേധികളുടെ പുറകിലേക്ക് അള്ളാഹു പിശാചുക്കളെ അയക്കുന്നു. അതെങ്ങനെ അൻഷാദെ? അതൊന്ന് പറഞ്ഞേ, എക്സ്പ്ലെയിൻ പ്ലീസ്. അൻഷാദെ ഒന്ന് വാഴ പറയുന്നത് പറ. ഒരു 2 മിനിറ്റ് സമയം തരാം. നാസിറിന് 2 മിനിറ്റ് കൊടുക്കും പ്ലീസ്. അൻഷാദ് മൈക്കെടുക്കൂ. അൻഷാദിന് ഇനി ഉത്തരവൊന്നും കാണത്തില്ല. ഇനി നോക്കിക്കോണം, അൻഷാദ് മിണ്ടാതിരിക്കും. ഇനി അൻഷാദ് അവിടെ ചെന്നിട്ട് അള്ളാഹുവിന്റെ അടുത്ത് ചെന്നിട്ട് അള്ളാഹുവിന് എത്ര കൈയും വിരലും ഒക്കെ ഉണ്ടെന്ന് അൻഷാദ് ഇപ്പൊ എണ്ണിക്കൊണ്ടിരിക്കുക. അൻഷാദിനെ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുക. അള്ളാഹുവിനെ എത്ര പേരാണ് ഇപ്പം ചുമന്നുകൊണ്ടിരിക്കുന്നത്? 4 പേരാണോ 5 പേരാണോ 8 പേരാണോ എന്ന് അൻഷാദ് ഇപ്പൊ ചെക്ക് ചെയ്തോണ്ടിരിക്കുക. സമയം കൊടുക്കുമ്പോൾ അൻഷാദിനൊന്നും പറയാനില്ല.
അൻഷാദ് ഒന്ന് പറയടേ, ചുമ്മാ സമയം കളയല്ലേ. സുവർണ അവസരമാണ് അൻഷാദിന് കിട്ടിയിരിക്കുന്നത്. 2 മിനിറ്റ് ഒരു ഗോൾഡൻ ടൈം. സുവർണ ഇവിടെ ആൻസർ കിട്ടിയിട്ടില്ല. ഇവിടെ ദുരാത്മാവിനെ പറഞ്ഞു അതല്ല, വിടുന്നു. ഞങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടില്ല എന്നാണ് ഞങ്ങളും പക്കൽ പറയുന്നത്. നിന്ന് അല്ലല്ല, ശൗലിനെ അൻഷാദ് ദുരാത്മാവുമായി പറഞ്ഞു വിടുകയാണ്. ദൈവത്തിന്റെ പക്കൽ നിന്നിട്ടാണ്. 1 ശമൂവേല് അതൊന്ന് വായിച്ചു നോക്കിയേ. അൻഷാദ് ഒന്ന് ഞങ്ങൾ വായിച്ചേ. വായിച്ചേക്കാം. അൻഷാദ് ഒന്ന് വായിക്കേ. അൻഷാദ് ഒന്ന് വായിക്കേ. ഞങ്ങൾക്ക് വായിക്കുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല അൻഷാദേ. നിങ്ങളോട് പറഞ്ഞ വാക്ക് നിങ്ങൾ വായിക്കണം. ബ്രദറെ, ഇവിടുത്തെ ഞാൻ ടോപ്പിക്കിൽ വായിക്കാം. സംസാരിക്കാൻ പറയും. എന്തിനാ അൻഷാദേ, ബൈബിളിലേക്ക് ചാടി അൻഷാദേ, കയറി തൂങ്ങപ്പെടാൻ? നിനക്ക് ഖുറാൻ ഉത്തരമില്ലെങ്കിൽ നീ ഉത്തരമില്ലെന്ന് പറയേ. നീ എന്തിനാ ബൈബിളിലേക്ക് ഖുറാനകത്ത് പറയാൻ അൻഷാദിന് നാണക്കേടാണോ? ഞങ്ങളല്ലേ ബൈബിൾ വായിക്കാത്തവർ? ഞങ്ങൾ ബൈബിൾ വായിക്കുന്നവരാണ്. അതന്നെ ഞാൻ അന്ന് 1 ശമൂവേലും ഒരു ആവർത്തന പുസ്തകവും പിടിച്ചോണ്ടിരിക്കാതെ നിന്റെ പുസ്തകത്തില് ആദ്യം ഇവിടെ ഒരു ചോദ്യം. 1 സെക്കൻഡ്. ആദ്യം ഇവിടെ വെച്ച് ചോദ്യം, മുഹമ്മദിന്റെ ഏതെങ്കിലും ഒരു മാതൃക പറയാൻ ഇല്ല. അത് കഴിഞ്ഞിവിടെ ടോപ്പിക്ക്, വഴിപിഴയ്ക്കുന്നവരാർ? അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ വഴിപിഴപ്പിക്കുകയും താൻ ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലാക്കുകയും ചെയ്യുന്നു. വെരി ക്ലിയർ. അങ്ങനെ ഒരു 10 വചനെങ്കിലും ഉണ്ട്. അള്ളാഹുവാണ് വഴിപിഴപ്പിക്കുന്നത്, സാത്താനും വഴിപിഴപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരുവിധ പ്രശ്നവുമില്ല. ഞങ്ങൾക്കറിയാം സാത്താനും അള്ളാഹുവും ചേട്ടാനിയന്മാരാണ്. അത് ചോദിച്ചപ്പോ അതിന് ഉത്തരവില്ല. കല്ലിനെ പറ്റി ചോദിച്ചപ്പോ അതിന് ഉത്തരവില്ല. ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലെങ്കിൽ എനിക്ക് ഉത്തരമില്ല എന്ന് പറയൂ. അവിടെ നിൽക്ക്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലെങ്കിൽ ആദ്യം അത് സമ്മതിക്ക്. അത് കഴിഞ്ഞ് ബൈബിളിലേക്ക് കയറാം. ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടെങ്കിൽ പറ. അൻഷാദിന് ഇവിടെ ഇട്ടിരിക്കുന്ന ടോപ്പിക്കിനകത്ത് ഉത്തരം പറയാനുണ്ടെങ്കിൽ അൻഷാദിന് ബൈബിളിലും ഞങ്ങൾ ഉത്തരം പറയാം. ഇവിടുത്തെ വിഷയം ടോപ്പിക്ക് നിന്ന് അൻഷാദ് സംസാരിക്കാൻ അൻഷാദെ. അല്ലെങ്കിൽ ഞാനൊരു മുർത്തതായി മുഹമ്മദ് ലാനത്തുള്ള എന്ന് പറഞ്ഞ് അൻഷാദ് ഞാനൊരു മുർത്തതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് അടുത്തത് ടോപ്പിക്കിലേക്ക് ഞങ്ങൾ പോവാം. ഇവിടുത്തെ ടോപ്പിക് ഇട്ടിരിക്കുന്നതിനെ പറ്റി പറയാൻ അൻഷാദെ. അത് തന്നെ ഞാൻ പറയുന്നത്. ടോപ്പിക്ക് അൻഷാദെ, 1 ശമൂവേൽ എത്ര നാളായി മോനെ നീ പറയാൻ തുടങ്ങിയിട്ട്? എത്ര നാളായി? ഇതുവരെ 1 ശമൂവേൽ തീർന്നില്ലേ? പിറ്റേന്നാൾ ദൈവത്തിന്റെ ശൗലിന്റെ മേൽ വന്നു. അപ്പൊ നിനക്ക് ഉത്തരമില്ല അല്ലെ? ഒരു മിനിറ്റ്. അപ്പൊ നിനക്ക് ഉത്തരമില്ല. മുഹമ്മദിന് ഒരു മാതൃകയില്ല. അൻഷാദ് നിങ്ങളുടെ വയൽ കേൾക്കാനല്ല ഞങ്ങൾ ഇരിക്കുന്നത്. മുഹമ്മദിന്റെ ഒരു മാതൃകയുണ്ടോ? ഇല്ല. ഉണ്ടോ? മാതൃകയുണ്ടോ പറയാൻ? മുഹമ്മദ് ചെയ്ത് കാണിച്ച ഒരു മാതൃക, നല്ലൊരു മാതൃക, ഇന്ന് നിങ്ങൾക്ക് പിന്തുടരാൻ പറ്റുന്ന ഒരു മാതൃക ഉണ്ടെങ്കിൽ പറയൂ. ആദ്യം പറയൂ. മുഹമ്മദിന്റെ മാതൃക പറയട്ടെ. അംഗീകരിക്കാം. റെഫറൻസ് വെച്ച് തെളിവ് വെച്ചിട്ട് പറയണം അൻഷാദ്. പറയുവാണെങ്കിൽ തെളിവ് വെച്ചിട്ട് പറയുക. അൻഷാദിന്റെ വയല് കേൾക്കാനൊന്നും അല്ല ഞങ്ങൾക്ക് ഇവിടെ സമയം. തെളിവ് വെച്ച്, റെഫറൻസ് വെച്ച്, ഹദീസുകളിൽ നിന്നും മുഹമ്മദിന്റെ മനുഷ്യർക്ക്, ഇന്നുള്ള മനുഷ്യർക്ക് പിൻപറ്റാൻ കഴിയുന്ന മാതൃകയായിരിക്കണം. മുഹമ്മദ് അത് പറഞ്ഞത് മാത്രമല്ല, മുഹമ്മദ് അത് ചെയ്തു കാണിക്കണം. പറഞ്ഞു മനസ്സിലായോ? മുഹമ്മദ് പറഞ്ഞതും മുഹമ്മദ് ചെയ്തു കാണിച്ചതുമായിട്ടുള്ള മാതൃകയായിരിക്കണം. കുറെ വർഷങ്ങളായല്ലോ ഞങ്ങൾ ഇത് ചോദിക്കാൻ തുടങ്ങിയിട്ട്. എന്തുവാ നിങ്ങൾ ഈ പറയാത്തെ? ഒരു മുസൽമാന്റെ അവസ്ഥ നിങ്ങൾ നോക്കിക്കേ. മുഹമ്മദിന്റെ ഒരു മാതൃക ചോദിച്ചപ്പോൾ പുള്ളി മൈക്ക് മ്യൂട്ട് ചെയ്തിട്ട് അവിടെ ഇരിക്കുകയാണ്. എന്റെ അൻഷാദെ, മൈക്ക് ഒന്ന് എടുക്കാൻ അൻഷാദെ. ഒരു മിനിറ്റ്. പോരാ. എല്ലാരും പേപ്പറും പേനയൊക്കെ എടുത്തു വെച്ചോട്ടോ. എല്ലാരും എഴുതി വെച്ചോണം കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അൻഷാദ് ഭായി ഇപ്പം പറയും മുഹമ്മദിന്റെ മാതൃക. 1 അല്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് 10-15 കിട്ടും. ബോണ്ട് സുവർണ അവസരമാണ്. ബോണ്ട് കേട്ടോണം. മുഹമ്മദിന്റെ മാതൃക അൻഷാദ് ഇപ്പം പറയാൻ പോവുകയാണ്. എഴുതി വെച്ചോണം കേട്ടോ. സൂക്ഷിച്ച്. ഇപ്പം അൻഷാദ് ഇവിടെ ഉള്ള പണ്ഡിതന്മാരെ എല്ലാം മലത്തി അടിച്ചിട്ട് അൻഷാദ് ഇപ്പം മുഹമ്മദിന്റെ മാതൃക പറയാൻ പോവാ. എല്ലാരും പേപ്പറും പെന്നും ഒക്കെ എടുത്തു വെച്ചോണം. സൂക്ഷിച്ച് എടുത്തു വെച്ചോണം. ഓരോ മാതൃക പുള്ളി ഇപ്പൊ പറയും. അൻഷാദ് ഭായി മൈക്ക് എടുക്കൂ പ്ലീസ്. മുഹമ്മദ് ഈസ സ്പൂണ് കൊടുത്തു.
എനിക്ക് അനീഷ പുള്ളി പറയട്ടെ ഒന്ന് ഇപ്പൊ നമ്മൾ ഒന്നും ഇട്ട് കൊടുക്കല്ലേ. അൻഷാദ് ഭായ് മൈക്ക് എടുക്കൂ, എന്നിട്ട് മുഹമ്മദിന്റെ മാതൃക പറയൂ പ്ലീസ്. വാട്സപ്പ് എല്ലാവരുടെയും ഞാനൊരു പ്രൊഫൈൽ വലിയ ഡയറി നോക്കിക്കോ എടുത്ത് ഒന്ന് വെച്ചേക്കുക ഇടാൻ വേണ്ടി. ഡയറി ഒന്നും ചിലപ്പം തികയത്തില്ല പോണ്ടേ, അതിൽ കൂടുതൽ അൻഷാദ് ഭായ് പറയും. അതെ പറഞ്ഞു. സൊഹീൽ ബുഖാരി 29:10. നിക്ക് എടുക്കട്ടെ. സഹി അൽ ബുഖാരി 29 അൻഷാദ് ഭായ് 29:10. 29:10 2900. ഇതന്നെ വായിച്ച അല്ലല്ല തന്നെ വായിച്ചു. താങ്കളല്ലേ ഇതന്നെ മാതൃക വായിച്ചാ പറയാൻ മതി. പോകുന്നത്, വായിക്കൂ. എനിക്കല്ല മാതൃക അൻഷാദ് മോനെ നിനക്ക് എത്ര പ്രായമുണ്ട്? അൻഷാദിന് എത്ര പ്രായമുണ്ട്? അൻഷാദ് മോനെ നിനക്ക് എത്ര പ്രായമുണ്ട്? നിനക്ക് എന്നാ പ്രായമുള്ളെന്ന് പറ. അതെ ബ്രദറെ, അതെ മുഹമ്മദിന്റെ മാതൃകയാ, സുന്നത്താ, എഴുതാനും വായിക്കാനും അറിയില്ല. അത് തന്നെ വായിക്ക്. അൻഷാദിന് എത്ര പ്രായമുള്ളെന്ന് പറ. അൻഷാദേ മോനെ നിനക്ക് എത്ര പ്രായമുള്ളെന്ന് പറ ആദ്യം നീ. നിനക്ക് എത്ര പ്രായണ്ടടാ? അത് ഞാൻ പറയാം. നിന്നെക്കാട്ടിലും കുറഞ്ഞ ഡബിൾ ഉണ്ട്. നീ ആദ്യം വായിക്കേ. ഒരു മിനിറ്റ്. അൻഷാദെ, ഇവിടെ മര്യാദക്കില്ല സംസാരിക്കുന്നത്. തനിക്കെന്താ അതെന്താ ഈ നിങ്ങളുടെ ശൈലിയൊക്കെ മാറ്റുന്നത്? മുഹമ്മദിന്റെ സ്വഭാവമാണോ അത്? നിങ്ങളിപ്പോ ബുഹാരി സ്വഭാവം നീ മാറ്റിയാല് അൻഷാദെ മര്യാദക്ക് സംസാരിക്കാം. അൻഷാദെ, ഞങ്ങൾ ഇവിടെ ചോദിക്കുന്ന ചോദ്യത്തിന് ആൻസർ ഉണ്ടെങ്കിൽ പറയൂ, ഇല്ലെങ്കിൽ താഴെ ഇറങ്ങി നിന്നോ. ഞങ്ങൾ ഇവിടെ പറഞ്ഞു തരാം. താഴെ ഇറങ്ങി നിന്നോ. ഹദീസ് വായിക്കട്ടെ. ഹദീസ് വായിക്കും പുള്ളി. ഹദീസ് വായിക്കും. നോ യു റീഡ് ദ ഹദീസ്. എല്ലാരും എടുത്തു വെച്ചിരിക്കുക. വായിക്കും. ജാബിർ ബിൻ അബ്ദുള്ള പറയുന്നു, അതായത് പ്രവാചകന് എക്സ്പ്ലനേഷൻ അല്ല, വായനയാണ് വേണ്ടിയത്. എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, ഞങ്ങൾ വായിക്കാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ വായിക്കാണ്. ബ്രദർ അത് വായിച്ചാൽ മതി കേട്ടോ. അൻഷാദെ, ആ റീഡിങ് മാത്രം മതി, എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. അത് ഞങ്ങൾ ഒത്തിരി കാണാറുണ്ട്. ഈ നിങ്ങളുടെ പണ്ഡിതന്മാരും ഉസ്താദന്മാരും ഒക്കെ മൈക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൈക്ക് തിന്നുന്ന രീതിയിൽ അവർ എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുക്കാറുണ്ട്. ഹദീസ് വായിച്ചാൽ മാത്രം മതി. ഓക്കെ. ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഗസ്വയിൽ നിന്ന് പങ്കെടുക്കാൻ അദ്ദേഹം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽ നജ്ദിലേക്ക് പോയി. ഒരു യുദ്ധത്തിനാണ്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗസ്വ കൊള്ളയടി, യുദ്ധമല്ല മോനെ അൻഷാദ്. ഇറ്റ് ഈസ് ഗസ്വ മീൻസ് റെയ്ഡ്. യുദ്ധമാക്കി തീർക്കല്ലേ, റെയ്ഡ്, കൊള്ളയടിക്കാൻ പോവുകയാണ്. നിരപരാധികളെ പോയി കൊള്ളയടിക്കുക, അതാണ് പരിപാടി. വായിക്കേ. അൻഷാദ് യുദ്ധം എന്ന് പറയുമ്പോഴാണ് ഞാൻ ഇടയ്ക്ക് കയറിയത്. അവിടെ യുദ്ധം എന്ന് പറയുന്നില്ല, ഇറ്റ് ഈസ് ഗസ്വ. ഉള്ള കാര്യം താഴോട്ട് വായിക്കും സഹോദര. ആ യുദ്ധത്തിൽ പങ്കെടുക്കാനാണ്. ഗസ്വയിൽ പങ്കെടുക്കാൻ, റെയ്ഡിൽ പങ്കെടുക്കാൻ, കൊള്ളയിൽ പങ്കെടുക്കാൻ. അൻഷാദ്, അവിടെ ഹദീസിലുള്ളതാണ് ഞാൻ വായിച്ചത്. അവിടെ യുദ്ധം എന്ന് പറയുന്നുണ്ടോ? അവിടെ ഗസ്വ എന്നാണോ പറയുന്നത്? ഞാൻ വായിച്ചത് ഗസ്വ എന്നാണോ പറയുന്നത്? അവിടെ യുദ്ധം എന്നാണോ പറയുന്നത്? ഹദീസിലുള്ളതാ ഞാൻ വായിച്ചത്. അൻഷാദ്, ഗസ്വ, ഇനി ഞാൻ ഗസ്വ എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് ഞാൻ പറഞ്ഞു തരണോ? ഗസ്വ, വാട്ട് ഈസ് ഗസ്വ? ഗസ്വ എന്ന് പറഞ്ഞാൽ എന്തുവാ? യുദ്ധമാണ് മോനെ അവിടെ ഉദ്ദേശിക്കുന്നത്. ഗസ്വ എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ പ്രിയ സുഹൃത്തെ? വാട്ട് ഈസ് ഗസ്വ? ഞാനെന്തൊന്ന് വായിച്ച് ഫുള്ളാക്കട്ടെ. ഇപ്പൊ ഫുള്ളാക്കാൻ പറ്റുക? ഗസ്വയും ഹർബും തമ്മിലുള്ള വ്യത്യാസം അറിയാമോ? യുദ്ധം എന്ന് പറഞ്ഞാൽ അറബിക്കിൽ ഹർബ് എന്ന വാക്കാണ് വരുന്നത്. ഗസ്വയും ഹർബും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അൻഷാദേ? ഇത് വായിക്കാനല്ല സഹോദര നീ പറഞ്ഞത്.
അതല്ല ഞാൻ വായിക്കാം, പക്ഷെ വായിച്ചത്. നിങ്ങൾ ഇല്ലാത്ത കാര്യം അവത്തെ കൂട്ടിച്ചേർക്കല്ലേ, ഉള്ള കാര്യം വായിക്കൂ. നീ വായിക്ക്. ഹദീസിലുള്ളത് വായിച്ചാ മതി. അൻഷാദെ വായിക്ക്, അൻഷാദെ ഹദീസ് വായിക്ക്, ഈ ഹദീസ് വായിക്ക്, ഹദീസ് എഴുതിയത് ഹദീസ് വായിക്ക്. ഈ ഹദീസ് എഴുതിയത് ഞാനാണോ? അതാണ് ഞാൻ പറഞ്ഞത്. വായിക്കൂ. അള്ളാഹുവിന്റെ ദൂതൻ അതന്നെ അള്ളാഹു ദൂതൻ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പം മടങ്ങി. ധാരാളം മുള്ളുള്ള മരങ്ങളുള്ള ഒരു താഴ്വരയിൽ ഇരിക്കുമ്പോൾ നട്ടുച്ചക്ക് അള്ളാഹുവിന്റെ ദൂതൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളും മരത്തിനടിയിൽ വിശ്രമിക്കാൻ ഉറങ്ങി. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരത്തിൻ ചുവട്ടിൽ വിശ്രമിക്കുകയും തന്റെ വാൾ അതിൽ തൂക്കിയിടുകയും ചെയ്തു. ഞങ്ങൾ എല്ലാവരും ഉറങ്ങി. പെട്ടെന്ന് അള്ളാഹുവിന്റെ ദൂതൻ ഞങ്ങളെ വിളിക്കുന്നത് ഞങ്ങൾ കേട്ടു. ഞങ്ങൾ ഉണർന്നപ്പോൾ അവനോടൊപ്പം ഒരു അതായത് പ്രവാചകന്റെ ശത്രുവായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അതായത് അദ്ദേഹത്തിന്റെ വാളെടുത്തിട്ട് പറഞ്ഞു, പ്രവാചകന്റെ കഴുത്തിലേക്ക് ചൂണ്ടി കഴുത്തിൽ വെച്ചുകൊണ്ട് ചോദിച്ചു, നിന്നെ ആരാ രക്ഷിക്കാനുള്ളത് ചോദിച്ചു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, എന്നെ അള്ളാഹു രക്ഷിക്കാന്നുണ്ട് പറഞ്ഞു. അപ്പോ പറഞ്ഞു, ഇത് അൻഷാദ് പറയുന്ന വ്യാഖ്യാനമാണോ? അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് വായിച്ചേ അൻഷാദെ. അവിടെ എഴുതിയിരിക്കുന്ന കാര്യം വായിക്ക അൻഷാദെ. എന്തുവാ എഴുതിയിരിക്കുന്ന അത് മാത്രം വായിക്കൂ പ്ലീസ്. അതന്നെ ഞാൻ പറയുന്നത്. ഈ വ്യക്തിയുടെ കയ്യിൽ നിന്നിട്ട് അത് പറഞ്ഞതോടെ അൻഷാദിന്റെ കഥയല്ല വേണ്ടിയത്, അവിടെ എഴുതിയിരിക്കുന്ന കാര്യം വായിക്ക അൻഷാദെ പ്ലീസ്. ഫുള്ളായിട്ട് ഞാൻ വായിക്കില്ല എന്ന് അദ്ദേഹം. പിന്നെ താങ്കൾ എന്തിനാ ഈ വ്യാഖ്യാനിക്കുന്നേ? വ്യാഖ്യാനല്ല, നീ അത് ഫുള്ളായിട്ട് വായിക്കും. അവിടെ എഴുതിയിരിക്കുന്ന കാര്യം മാത്രം വായിക്കാം. മലയാളത്തിലുണ്ടെങ്കിൽ മലയാളത്തിൽ മാത്രം വായിക്കും. ഞാൻ വായിച്ചോണ്ടിരിക്കുക, അതുകൊണ്ടാ പറഞ്ഞത്. കൈകടത്തിൽ ഇവർക്ക് ശീലമാണ്, കൈകടത്തിൽ ഇവർക്ക് ശീലം. അതുകൊണ്ട് കൈകടത്തി കടത്തിയേ വായിക്കാൻ അറിയുള്ളൂ. പ്രവാചകൻ അവിടെ എന്താ ചെയ്യുന്നത്? ആ വ്യക്തിയെ ശിക്ഷിക്കാതെ വെറുതെ വിടാ ചെയ്യുന്നത്. നീ ആ ഹദീസ് അങ്ങനെയല്ല, അങ്ങനെയല്ല. അങ്ങനെയല്ലേ? നസ്രീനെ പറഞ്ഞു കൊടുക്ക്. അൻഷാദ് അത് വായിച്ചു കഴിഞ്ഞാൽ അൻഷാദിന് കാര്യം പിടിക്കാതെ, അൻഷാദിന് ഇത് ആരോ പറഞ്ഞു കൊടുത്തതാണ്. ഏതോ ഉസ്താദ്മാര് പറഞ്ഞു കൊടുത്തിട്ട് ഒരു റെഫറൻസ് കൊടുത്തിരിക്കുക അൻഷാദിന്. അതാണ് സംഭവിച്ചേ. അൻഷാദെ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം വായിക്കാൻ. അൻഷാദെ വാട്സാപ്പിൽ വന്ന വഹി. എന്റെ മൈ ഗുഡ്നസ് മാൻ, അൻഷാദ് somebody has told you. ഞാൻ പറഞ്ഞ ഉത്തരം കിട്ടുമ്പോ പിന്നെ അംഗീകരിക്കില്ല. ഞാൻ അത് ചോദിച്ചത് അംഗീകരിക്കുമെന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ അംഗീകരിക്കാമല്ലോ. താങ്കൾ ഉള്ള കാര്യം വായിക്കേ. താങ്കൾ ഇല്ലാത്ത കാര്യം വായിക്കുമ്പോ പിന്നെ ബുദ്ധിമുട്ടുണ്ടാകത്തില്ലേ? ഉള്ള കാര്യം താങ്കൾ അതുപോലെ വായിക്കേ അൻഷാദെ. ഉള്ള കാര്യം അതുപോലെ അങ്ങ് വായിക്കുന്നു താഴോട്ട്. എന്നാണ് നസ്രീനെ ഞാൻ പറഞ്ഞത്. ഞാൻ കുറച്ച് തിരക്കിലാണ്. നീ വായിച്ചോ. അൻഷാദ്, നിന്റെ പ്രവാചകനെ കുറിച്ച് വളരെ ചുരുക്ക രൂപത്തിൽ നിന്റെ ബുക്ക് വായിക്കാനാണ് പറയുന്നത്. മനസ്സിലായോ? ആ വാള് ചൂണ്ടിയ വ്യക്തിയെ പ്രവാചകൻ ശിക്ഷിക്കുന്നില്ല അവിടെ. അത് നിങ്ങൾ ഈ പറയുന്ന ശത്രുവിനോട് ക്ഷമിച്ചവിടെ പ്രവാചകൻ. ആ ഹദീസിൽ അങ്ങനെ തന്നെയുള്ളത്. ഞാൻ പറഞ്ഞത് നീയാണ് മോൻ എന്നാണ് പറഞ്ഞത്. ഇവിടെ പുള്ളി കൈ കടത്തിയത്, പുള്ളി ഇതിനകത്തോട്ട് കൂട്ടിച്ചേർത്തത് എന്തുവാണെന്നറിയാവോ? പുള്ളി കൂട്ടിച്ചേർത്തത്, ഈ മനുഷ്യൻ വന്നിട്ട് മുഹമ്മദിന്റെ വാൾ എടുത്തിട്ട് മുഹമ്മദിന്റെ കഴുത്തിലോട്ട് വെച്ചു പോലും. എവിടാണ് അൻഷാദെ ആ മുഹമ്മദിന്റെ കഴുത്തിലോട്ട് വാള് വെച്ചു എന്നുള്ള ആ ഭാഗം ഒന്ന് കാണിച്ചേ. അത് ഞാൻ കയ്യിൽ നിന്ന് ഇട്ടതാ, എനിക്ക് ബാക്കി വന്ന്. കൻഷാദെ കാണിക്കൂ. യു ഷോ മീ ഫ്രം ദിസ് ഹദീസ്. സഹി അൽ ബുഖാരി 2910 ഈ വാൾ എടുത്തിട്ട് മുഹമ്മദിന്റെ കഴുത്തിലോട്ട് വെച്ചു എന്ന ഭാഗം ഒന്ന് കാണിച്ചു അൻഷാദെ. അത് ആത്മീയ വാളായിരിക്കും. അൻഷാദെ, നിങ്ങളെ ആരോ പൊട്ടം കളിപ്പിച്ചതാണ് അൻഷാദെ. സംബഡി ഫൂൾഡ് യു. അൻഷാദ് നമ്മളെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അൻഷാദ് ബുദ്ധിമാനെന്നല്ല ചിന്തിച്ചിരിക്കുന്നത്. വാളൂരി മുഹമ്മദിന്റെ കഴുത്തിൽ വെച്ചു എന്ന് അൻഷാദ് ഇവിടെ പറഞ്ഞു. അൻഷാദെ, മുഹമ്മദിന്റെ കഴുത്തിൽ വെച്ചു എന്ന് അൻഷാദ് പറഞ്ഞായിരുന്നോ? അൻഷാദ് മുഹമ്മദിന്റെ കഴുത്തിൽ വെച്ചു എന്ന് പറഞ്ഞായിരുന്നോ? വാളെടുത്ത് അൻഷാദെ, വാളെടുത്തിട്ട് മുഹമ്മദിന്റെ കഴുത്തിൽ വെച്ചു എന്ന് പറഞ്ഞായിരുന്നോ? മുഹമ്മദിന്റെ കഴുത്തിൽ വാളെടുത്ത് വെച്ചു എന്ന് അൻഷാദ് ഭായി പറഞ്ഞായിരുന്നോ? ഇപ്പോ പറഞ്ഞോ ഇല്ലയോ? യെസ് ഓർ നോ പറ, ഇപ്പൊ പറ.
പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. കേൾവിക്കാർക്ക് അറിയാമല്ലോ പറഞ്ഞിട്ടുണ്ടോന്ന്. നിങ്ങൾ എല്ലാരും കേട്ടതല്ലേ? മുഹമ്മദിന്റെ വാളെടുത്തിട്ട് ഈ വന്ന ബെഡുവിൻ മുഹമ്മദിന്റെ കഴുത്തിൽ വെച്ചു എന്നാണ് അൻഷാദ് പറഞ്ഞത്. ആണോ അല്ലയോ? അതെ അതെ, ഞാൻ കേട്ടു. അതെ, അൻഷാദ് ഈ ഹദീസിനകത്ത് കാണിക്കും മുഹമ്മദിന്റെ കഴുത്തിൽ ഈ വാള് വെച്ചു എന്നതിന് തെളിവ് കാണിക്കും. ചുരുക്കമാണ് ഞാൻ പറഞ്ഞത് നസ്രീനെ. ചുരുക്കമല്ല അൻഷാദെ. അൻഷാദ് കയ്യിൽ നിട്ടതല്ലയോ അത്? മുഹമ്മദിന്റെ കഴുത്തിൽ വെച്ചു എന്നത് അൻഷാദ് കയ്യിൽ നിട്ടതാണോ? യെസ് ഓർ നോ? അദ്ദേഹം ചോദിക്കുകയാണ് എന്റെ കയ്യിൽ നിന്ന് നിന്നെ ആര് രക്ഷിക്കുമെന്ന് ചോദിക്കുകയാണ് പ്രവാചകനോട്. എന്റെ കയ്യിൽ നിന്ന് നിന്നെ ആര് രക്ഷിക്കും മുഹമ്മദ്? അത് ഞാൻ ചോദിച്ചില്ലല്ലോ. ഞാൻ എന്തുവാ ചോദിച്ചത്? ഈ വന്ന ബെഡുവിൻ വന്ന് ചോദിക്കുമ്പോ അൻഷാദെ, ഈ വന്ന ബെഡുവിൻ മുഹമ്മദിന്റെ കഴുത്തിൽ വാള് വെച്ചോ? അവസാനം അതൊന്ന് വായിക്കൂ സഹോദര. മുഹമ്മദിന്റെ കഴുത്തിൽ വാള് വെച്ചോ? ആ ഒരു വ്യക്തിയെ പ്രവാചകൻ ശിക്ഷിക്കുന്നില്ല. ഈ മുഹമ്മദിന്റെ കഴുത്തിൽ വാള് വെച്ചിട്ടില്ലേ? മുഹമ്മദിന്റെ കഴുത്തിൽ വാള് വെച്ചിട്ടില്ലേ? ഇതിനകത്ത് അൻഷാദ് എന്തോ തെളിയിക്കാൻ വന്നത്? മുഹമ്മദ് അവിടെ ഉണ്ടായിരുന്ന ബെഡുവിൻസിനെ കൊന്നിട്ടില്ലെന്നാണോ? മുഹമ്മദ് അവിടെ ഉണ്ടായിരുന്ന മെക്ക മുശ്രിക്കുകളായിട്ടുള്ളവരുടെ ഗോത്രങ്ങളെ കൊന്നിട്ടില്ലെന്നാണോ? കൊന്നിട്ടുണ്ട് സഹോദര, കൊന്നിട്ടുണ്ട്. അപ്പോൾ മുഹമ്മദിന്റെ മുൻപിൽ അൻഷാദെ ഇനി ഇത് കേൾക്ക്. ഇത് കേൾക്ക്. മുഹമ്മദിന്റെ മുൻപിൽ ഇത് കേൾക്ക്. യഹോവയിലേക്ക് പോകാൻ വരട്ടെ. താങ്കൾക്ക് എന്താ ഇത്രയും നാണക്കേട്? എന്താണ് അൻഷാദെ? ഈ ഹദീസിന്റെ ചുരുക്കം എന്താന്ന് വെച്ചാല്, ഹദീസിന്റെ ചുരുക്കമല്ല ഞാൻ ചോദിച്ചത്. ഞാൻ താങ്കളോട് ഇത്രയുമേ ചോദിച്ചിട്ടുള്ളൂ. മുഹമ്മദിന്റെ കഴുത്തിൽ വാള് വെച്ചോ ഇല്ലയോ? കഴുത്തിൽ വാള് വെച്ചിട്ടില്ല. മുഹമ്മദ് പിന്നത്തേതിൽ ബദുവിൻസിനെ കൊന്നിട്ടുണ്ടോ? കൊന്നിട്ടുണ്ടെങ്കിൽ ഈ വാദം കൊണ്ടുവന്നതിൽ ഒരു കാര്യമില്ല. മുഹമ്മദ് കൊന്നിട്ടുണ്ട്, ബെഡുവിൻസിനെ കൊന്നിട്ടുണ്ട്. മുഹമ്മദ് അവിടെ ഉണ്ടായിരുന്ന ഖുറൈശികളെ കൊന്നിട്ടുണ്ട്. മുഹമ്മദ് നിരപരാധികളായി സറണ്ടർ ചെയ്ത യഹൂദന്മാരായ കുറഞ്ഞത് 900-ലധികം 800 to 900 യഹൂദന്മാരുടെ തല അറുത്ത് മാറ്റിയിട്ടുണ്ടോ കുഴി കുഴിപ്പിച്ചിട്ട്? അതിനേക്കാളും കൂടുതൽ യഹോവയുടെ കൊന്നിട്ടുണ്ട്. അൻഷാദെ ഇവിടെ നിൽക്കാം അൻഷാദെ. ഇവിടോട്ടായിപ്പോ ചാടിപ്പോകുന്നത് എന്റെ ചോദ്യം. പ്രവാചകൻ ആ വ്യക്തിയെ വെറുതെ വിട്ടു, അതായത് പ്രവാചകൻ പണിഷ്മെന്റ് ചെയ്തില്ല എന്നുള്ളതാണ് ആ ഹദീസിൽ കൊടുക്കുന്നത്. ഞാൻ അൻഷാദെ, ഈ ഹദീസിന്റെ വാലിഡിറ്റി എന്തുവാ?